നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളെ പറ്റി നമ്മൾ പറയാറുണ്ട്. സ്കൂളിൽ 3 പഠിക്കലുണ്ട്. ഒന്ന് അഡീഷണലായിട്ട് പറയുന്നതാണ്, അനൗദ്യോഗികമായ തൂണായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും. ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഈ 3 നാലാമത്തേത് മീഡിയ ആണ്. ഈ 4 തൂണിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അനിവാര്യമായ ഒരു തൂണ് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതായത് സമൂഹത്തെ നിയന്ത്രിക്കേണ്ട ഒരു തൂണ്, അത് ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടം നേരായ വഴിക്ക് ചിന്തിച്ചില്ലെങ്കിൽ, പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ 4 തൂണും മറ്റൊരു രീതിയിലേക്ക് പോകും. ആൾക്കൂട്ടം ഒരുപക്ഷെ ഈ 4 തൂണിൻ്റെയും ഏതെങ്കിലും ഘടകം മിസ്പാസ് ചെയ്താൽ, സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്നും തെറ്റായി നയിച്ചാൽ ഈ ആൾക്കൂട്ടം അതിനൊപ്പം നിൽക്കും. ആൾക്കൂട്ടം ഇതിനൊപ്പം നിൽക്കും. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ കഥയൊക്കെ നിരന്തരം പറയും. അവിടെയൊക്കെ ആൾക്കൂട്ടം ആളുകളെ തല്ലിക്കൊല്ലും. ബീഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് അഖലാക്കിനെ തള്ളിക്കൊല്ലും. അല്ലെങ്കിൽ ആൾക്കൂട്ടം സ്ത്രീകളെ മോശക്കാരാക്കി അപമാനിച്ച് അയക്കും. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഒന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകം ചിലപ്പം അത്യപൂർവമായിട്ട് ഉണ്ടാവും എങ്കിലും കേരളത്തിലൊരു അങ്ങനെ ഒരു കൊലപാതകം, ജാതി കൊലപാതകം, ദുരഭിമാന കൊലപാതകം ഒക്കെ ശിക്ഷിക്കപ്പെടുന്ന കാലം കൂടി നമ്മൾ കടന്നു പോവുകയാണെന്ന് അറിയാലോ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ നോർത്ത് ഇന്ത്യയിലെ ഈ ആൾക്കൂട്ട കൊല എന്നുള്ളതിൻ്റെ മനഃശാസ്ത്രം നമ്മളിവിടെ വളരെ ഗംഭീരം എന്നൊക്കെ പറയുന്നത് തെറ്റാണെങ്കിലും അത് വളരെ ആഴത്തിൽ നടപ്പാക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? മീഡിയ, മാധ്യമങ്ങൾ വഴിയാണ്. മാധ്യമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ചാനലോ പത്രമോ എന്നുള്ള നിലക്കല്ല. മാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്റ്റോറികൾ സൃഷ്ടിക്കുകയും ഒരു ഇരയെ സൃഷ്ടിക്കുകയും അവരെ തല്ലിക്കൊല്ലാൻ ആൾക്കൂട്ടത്തിന് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഇത് ക്ലബ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാവുമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ പൈസ 70 രൂപ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഓമനക്കുട്ടനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ. പിന്നെ ഇഷ്ടം പോലെ നിങ്ങൾക്കറിയാവുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, അവിഹിത കഥകളൊക്കെ ചേർത്ത് കെട്ടിയിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ടാവും. ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു കുട്ടിയെ 3-4 അവളുടെ സഹപാഠികൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ്, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആ ആൺകുട്ടികളെക്കെതിരായി വലിയ തോതിലുള്ള പ്രചരണം മാധ്യമങ്ങളിലൂടെ, അവരുടെ ദുർനടപ്പിനെ കുറിച്ചൊക്കെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് നമ്മൾ കണ്ടാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അത് വ്യാജ കഥയായിരുന്നു, വേറൊരു തരത്തിലായിരുന്നു എന്നുള്ള ചിത്രം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇപ്പോൾ പറഞ്ഞതൊക്കെ ഉടനെ മീഡിയ ഉൾട്ടടിക്കും. ഉത്തരവാദിത്തമില്ലാത്ത തരത്തിൽ അപ്പോൾ കിട്ടുന്ന ഇരകൾക്ക് പിന്നാലെ പോകുന്നൊരു പരിപാടി ആക്ഷേപമായിട്ട്, ആരോപണമായിട്ട് ഇവിടെ ഉണ്ട്. അത് നേതാക്കളുടെ മക്കൾ, അല്ലെങ്കിൽ നേതാക്കളുടെ ഭാര്യമാർ, സ്ത്രീകൾ, പൊതുസമൂഹത്തിലെ ആളുകളടക്കം. അതിൽ സാധാരണ മനുഷ്യന് നേരിടേണ്ടി വന്നാൽ എന്തൊരു ദുരന്തമായിരിക്കും. ഒരു നോബഡി എന്ന് പറയുന്ന ആൾക്ക് ആ നോബഡിയുടെ അവസ്ഥ ഭീകരമായിരിക്കും. അതിജീവിക്കാൻ, ഓമനക്കുട്ടൻ അതിജീവിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ മോൾക്കൊക്കെ എളുപ്പത്തിൽ അതിജീവിക്കാൻ, അതിനേക്കാളും മെച്ചത്തിൽ അതിജീവിക്കാൻ കഴിയും. പക്ഷേ ഓമനക്കുട്ടന്മാർക്ക് അത് ഭയങ്കര പ്രയാസമായിരിക്കും. എന്നിട്ടും ഓമനക്കുട്ടൻ മക്കളെ പഠിപ്പിച്ച് ഡോക്ടർമാരൊക്കെ ആക്കുന്ന കഥ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അത് കേരളം ആയതുകൊണ്ട് കൂടിയാണ്. എന്തായാലും ഈ നോബഡിയുടെ ദുരന്തം ഭീകരമാണ്. അതിനെക്കുറിച്ച് ഒരു ഗംഭീരമായിട്ടുള്ള കഥ പറഞ്ഞ ഒരു സിനിമയാണ് നോബഡി എന്ന് പറയുന്ന നിസാം ബഷീറിൻ്റെ സിനിമ. ആ സിനിമ കണ്ടിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ആ സിനിമയുടെ സമഗ്രമായ വിലയിരുത്തലോ അത് ഓരോ ചേരുവകൾ, ഓരോ ഘടകങ്ങൾ ഒക്കെ പരിശോധിക്കലോ ഒന്നുമല്ല എൻ്റെ ഉദ്ദേശം. ആ സിനിമ ഉണ്ടാക്കിയ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ബാങ്ക് റോബറിയിൽ കേന്ദ്രീകരിച്ച് തുടക്കത്തിലുള്ള ഒരു പോയിന്റിൽ നിന്നാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരാൾ വരുന്നു, ഒരാൾ ഇടപെടുന്നു, അല്ലെങ്കിൽ ഒരാൾ അതിനകത്തേക്ക് വരുന്നു. അയാളെ കേന്ദ്രീകരിച്ച് ഇത് പോവുകയാണ്, കഥ പോവുകയാണ്. അയാളുടെ ഭാര്യ, 2 മക്കൾ, അവരിലേക്ക് എല്ലാ ക്യാമറകളും എത്തുകയാണ്, സമൂഹം എത്തുകയാണ്, ആൾക്കൂട്ടം അവരുടെ ചുറ്റും കൂടുകയാണ്. അവിടെ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും ഒക്കെ വരികയാണ്, മീഡിയ വരെ വരികയാണ്. എല്ലാ ഘടകങ്ങളും ഉണ്ട് കേട്ടോ. നിയമം, കണ്ണുകെട്ടിയിരിക്കുന്ന നിയമമുണ്ട്, പോലീസുണ്ട്, രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മീഡിയയുണ്ട്. മീഡിയയുടെ പ്രധാനപ്പെട്ട റോള് അതിനകത്തുണ്ട്. രസകരമായിട്ട് അവർ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. മീഡിയ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയനെ മാത്രം കുറ്റം പറയുന്ന ഒരു പരിപാടിയാണല്ലോ. നമുക്ക് എന്താണ് ചെയ്യുന്നത്, മുഖ്യധാരാ മാധ്യമങ്ങളും ചെയ്യുന്നത് വ്യത്യസ്തമായ പണിയൊന്നുമല്ല പലപ്പോഴും, ഭൂരിപക്ഷവും എന്നുള്ളത് നമുക്കറിയാം. ഇനി അവർ ചെയ്തില്ലെങ്കിലും അവർ ഈ തരത്തിലുള്ള നറേറ്റീവുകളുടെ പിന്നാലെ പോകും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് വളരെ ആ നിലയിൽ, ഇപ്പോൾ ഞാൻ ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ, സിനിമയിൽ മറുനാടൻ മലയാളിയാണ് പ്രധാന വിവാദമായൊരു കഥാകേന്ദ്രം നമ്മളെ നിത്യജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ മറുനാടൻ മലയാളിയെ പലനാടൻ മലയാളി എന്ന പേരിലാണ് പരിചയപ്പെടുന്നത്. പിന്നെ മുഖ്യധാര ചാനലുകൾ, ചില ചാനൽ മൈക്കുകളുടെ പേരൊക്കെ ഗംഭീരമാണ്. നീരാളി TV ആണ് ഒന്നിൻ്റെ പേര്. അതുപോലെയുള്ള നിരവധി ചാനൽ മൈക്കുകളൊക്കെ അതിനകത്ത് കാണാം. അങ്ങനെ അത് പക്ഷേ ഒരു കാരണമാവുകയാണ്. അവർ നേരെ തൊട്ടടുത്ത നിമിഷം മാറുകയും ചെയ്യും. നാളെ ഈ കഥ വേറെ തരത്തിൽ തിരിയുകയാണെങ്കിൽ അതിന് സെല്ലിംഗ് പോയിൻ്റാണത്, ആ നിലയിലേക്ക് മാറും. പക്ഷേ അതിനോട് പ്രതിബദ്ധത ഇല്ലാത്ത ആൾക്കൂട്ടം അതിനൊപ്പം പ്രതികരിച്ചാൽ എങ്ങനെയായിരിക്കും? അതാണ് ഇതിൽ പറയുന്നത്. പൃഥ്വിരാജും പാർവതിയും 2
2 മക്കളും അടങ്ങിയ കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്കിനിടയിലേക്ക് ഇതൊക്കെ കടന്നു വരികയാണ്. അത് സിനിമ മൊത്തത്തിൽ പോകുമ്പോൾ ഭയങ്കര ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ തരത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഈ സിനിമ കാണണം എന്ന് ആദ്യത്തെ ഷോ കാണണമെന്ന് തോന്നാനുള്ളൊരു കാരണം നിസാം ബഷീറാണ്. ഇതിൻ്റെ സംവിധായകൻ നിസാം ബഷീറാണ്. അദ്ദേഹത്തിൻ്റെ കെട്ടിയോളാണ് എൻ്റെ മാലാഖ റൊഷാക്ക്. ഈ 2 സിനിമ വല്ലാതെ ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ. റൊഷാക്ക് ഞാൻ ഒന്നിലധികം തവണ ഫുൾ ഇരുന്ന് കണ്ടിട്ടുള്ളത്. ഈ കാലത്ത് ഒരേ സിനിമ ഒന്നിലധികം തവണ കാണൽ അപൂർവമാണ് എന്നെ സംബന്ധിച്ച്. പണ്ടൊക്കെ അങ്ങനെയല്ലോ, ഈ തിയേറ്ററിൽ നിന്ന് തന്നെ സിനിമ കാണുന്ന കാലം, പിന്നെ ടി വി ഒക്കെ വന്ന സമയത്തെല്ലാം ചെറുപ്പത്തിൽ. ഇപ്പോൾ അങ്ങനെ അപൂർവമാണ്, ക്ലിപ്പുകളാണ് പിന്നെ കാണുക. പക്ഷേ റൊഷാക്ക് ഞാൻ ഒന്നിലധികം തവണ 3ഓളം തവണ പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കണ്ടത്. മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അനുഭവം ആ സിനിമ തന്നൊരു അനുഭവം. കെട്ടിയോളാൻ എൻ്റെ മാലാഖയും. ഈ സിനിമകളുടെ പ്രത്യേകത ഇതൊരുമാതിരി KG ജോർജ് സ്റ്റൈലിൽ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ഡെവലപ്പ് ചെയ്യപ്പെട്ട സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. KG ജോർജ് അങ്ങനെയാണല്ലോ, ഒരു സറ്റയർ എടുക്കും, ഒരു സൈക്കോളജി എടുക്കും, ഒരു കുടുംബം എടുക്കും, ഒരു നാടകം എടുക്കും, അങ്ങനെയുള്ള ഒരു പരിപാടിയാണല്ലോ. അതുപോലെ കുറച്ചുകൂടി സൂക്ഷ്മതലത്തിൽ പുതിയ കാലത്തിന് ആവശ്യമുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്നു കയറിയാണ്. ഈ കഥാപാത്രം ഇങ്ങനെ മുന്നോട്ട് പോകണം, ഒരു കുരുക്കിൽപ്പെട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അതിജീവിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ വേറൊരു പുതിയ കുരുക്ക് ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേറൊരു കുരുക്കാണ്. എന്നിട്ട് ഈ കുരുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ മീഡിയ എടുത്തിട്ട് ആൾക്കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ വഴിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിനെ അതിജീവിക്കാൻ ഉള്ള പെടാപ്പാടാണ്. പിന്നെ ഇടവേള കഴിഞ്ഞിട്ട് പിന്നൊരു തലത്തിലേക്ക് മാറുന്നുണ്ട്. ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കണം എന്നുള്ള ആ സാഹചര്യങ്ങളൊക്കെ കടന്നു വരും. അതിനോട് ഫൈറ്റ് ചെയ്യാനൊക്കെ തീരുമാനിക്കും. സിനിമാറ്റിക്കാണ്. ഒരു സാധാരണ മനുഷ്യന് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷേ സിനിമയാണല്ലോ, സിനിമയായിട്ട് കാണണം. സിനിമയിലെ പെർഫോമൻസൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പൃഥ്വിരാജ്, പാർവതി മുതലായ നീണ്ട നിരയുണ്ട് സിനിമയിൽ. അത് പോലീസുകാർ, മധുബാലൊക്കെ ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞ് മധുബാലൊക്കെ കിടക്കുന്ന സിനിമയിൽ അധികം കാണാറില്ലല്ലോ. മൂപ്പര് സംവിധാനമൊക്കെ ചെയ്തു തുടങ്ങി പിന്നെ കഥാപാത്രമായിട്ട് അധികം വരാറില്ല. പക്ഷേ അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ, ശങ്കർ രാമകൃഷ്ണനെ പോലെയുള്ള ജയരാഘവൻ ഒക്കെ ഉണ്ട്. ഹക്കീം ഷാജഹാൻ്റെ ഒരു ഗംഭീര കഥാപാത്രമുണ്ട്. മൂപ്പരൊരു ഉഗ്ര നടനാണെന്ന് നേരത്തെ നമുക്കറിയാലോ. ഇപ്പോൾ ഈ സിനിമയിലും ഒരു നല്ല ക്യാരക്ടറാണ്. നിഷാന്ത് സാഗർ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ഒരു നിരയാണ്. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് ഖാലിദ് റഹ്മാൻ സിനിമയിലുണ്ട്. ഖാലിദ് റഹ്മാൻ നമ്മളെ മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവർ, നമ്മുടെ ഡയറക്ടർ ഒക്കെയുള്ള ഒരുപാട് സിനിമകളെടുത്ത ഡയറക്ടർ. മൂപ്പരിപ്പോൾ മലയാള സിനിമയിൽ ആസ്ഥാന ഡ്രൈവറായി മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിലും ഡ്രൈവറാണ്. അശോകനൊക്കെ ഉണ്ട്. പെരുവഴിയമ്പലം അശോകനൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല കഥാപാത്രങ്ങളും നന്നായിട്ട്. അശോകനൊക്കെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 മക്കൾ, ഇവരുടെ മക്കൾ നല്ല രസമുള്ള ക്യാരക്ടേഴ്സാണ്. എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല. മറ്റൊരു കാര്യം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം. മറ്റൊരു കാര്യം ഇതിൻ്റെ വിഷ്വലി ഭയങ്കരമായൊരു അനുഭവമാണ്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ സിനിമ തുടങ്ങുമ്പം ഈ ടൈറ്റിൽ കാണിക്കുന്നത് മുതൽ സിനിമ തുടങ്ങുന്നുണ്ട്. നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സംഭാഷണങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോൾ അയ്യോ ഇത് സിനിമയുടെ ഭാഗമാണോ അല്ലയോ എന്ന് നമുക്ക് ആദ്യം ഒരു സംശയം തോന്നും. പിന്നെ സിനിമയാണത്. അത് ഈ നിർമ്മാതാവിൻ്റെ പേരെഴുതി കാണിക്കുന്നത് മുതൽ അത് തുടങ്ങണം. അതുകൊണ്ട് സിനിമ കാണാൻ പോകുന്നവരെ ആദ്യം മുതലേ കാണണം. മാത്രമല്ല അത് നേരെ ചെന്നെത്തുന്നത് ഒരു വമ്പൻ വിഷ്വൽ എക്സ്പീരിയൻസിലേക്കാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു ദൃശ്യാനുഭവം അവർക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു, ഞാൻ പറഞ്ഞ റോബറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു അനുഭവമുണ്ട്. അതിന് ശേഷമുള്ള നല്ല രസമുള്ള അനുഭവമാണ്. അത് കഴിഞ്ഞ് സിനിമയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് ആക്ഷൻ സീൻസാണ്. അതിപ്പോൾ ബസ്സിലുണ്ട്, ലിഫ്റ്റിൽ ഉണ്ട്, റോട്ടിലുണ്ട്, പലയിടത്തും അടി സീനുണ്ട്. അടീൻ്റെ ഒരു പ്രശ്നമുള്ളത് കുറച്ച് നീണ്ടു പോകുന്ന അടികളാണ്. പലപ്പോഴും നമുക്കൊരു അടിക്കും ഒരു കഥയുണ്ടല്ലോ, അടി സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. അപ്പോൾ അത് ചിലപ്പോൾ വലിഞ്ഞു പോകും. പക്ഷേ അതിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും ഗംഭീരമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇടവേളയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് കഥ പറയുന്ന ശൈലി, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പൊതുവേ നമ്മൾ ശീലിച്ച് വന്ന ആസ്വാദനത്തിൻ്റെ ഒരു രീതിയിലല്ല സിനിമ പോകുന്നത്. റൊഷാക്ക് കണ്ടവർക്കറിയാം മൂപ്പരുടെ നിസാം ബഷീറിൻ്റെ ഒരു ശൈലി. ആ മട്ടിലാണ് കഥ പോകുന്നത്. അതിൽ പാട്ടെന്നോ മ്യൂസിക്കെന്നോ അടിയെന്നോ അല്ലെങ്കിൽ സംഭാഷണമെന്നോ ഒന്നും വ്യത്യാസമില്ല. മൂപ്പരുടെ ഒരു പാക്കാണ്. ആ പാക്കിങ്ങിനകത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് പോകുക. നമ്മൾ സാമ്പ്രദായികമായി പാട്ടിന് ഇന്ന രീതിയിലുള്ളൊരു ചേഞ്ച്, അടിക്കുന്ന ചേഞ്ച് അങ്ങനെയൊന്നുമില്ല. ആ ഒരു വേറൊരു തരത്തിൽ മൂപ്പര് ടോട്ടൽ ഒരു കവിത പോലെ എഴുതി അവതരിപ്പിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ സംവിധാന ശൈലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് റൊഷാക്കിലൊക്കെ. അതുകൊണ്ട് മൊത്തത്തിലുള്ളൊരു അനുഭവമാണ്. എങ്കിലും ചിലയിടത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ ആ മട്ടിലുള്ളൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായേക്കാം എന്ന് ഞാൻ മുൻകൂർ ജാമ്യം പറയണം. പക്ഷേ മൊത്തത്തിൽ ഈ സിനിമ ഒരു കാലത്ത് പറയേണ്ട തീമുമായിട്ട് എത്തിയതാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ മുന്നോട്ട് പോക്കിൽ കേരളമൊക്കെ ഭാവിയിൽ അഭിമുഖീകരിക്കാനിടയുള്ള, ഇപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ, ഇഷ്യൂവെ ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോബഡി ആയിരിക്കുന്ന ഒരു മനുഷ്യനെ അതിജീവിക്കാൻ ഈ മുഴുവൻ ചുറ്റുപാടിൽ നിന്നും വരുന്ന സമ്മർദ്ദങ്ങളെ
തോൽപ്പിച്ച് അതിജീവിക്കാൻ ഒരുപാട് പ്രയാസപ്പെടും എന്നുള്ള വസ്തുത നമുക്ക് മുന്നിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായി വരുന്ന ഒരു പില്ലർ അവിടെ ഉണ്ട്. അത് മീഡിയ എന്ന് പറയുമ്പം അത് സ്പെസിഫിക്കായി ഇന്ന മീഡിയ എന്നുള്ളതല്ല, ആ മീഡിയയുടെ സ്വഭാവത്തിൽ നമ്മൾ അകപ്പെടുമ്പോഴുള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. പക്ഷേ അവരും പെട്ടെന്ന് തന്നെ മാറും. ഒരു ഘട്ടം കഴിയുമ്പം അതിൻ്റെ സെല്ലിംഗ് പോയിന്റ് കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന നമുക്ക് കാണാം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനെ ഗൗരവമുള്ളൊരു സിനിമയിലൂടെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിൽ നിസാം ബഷീറിൻ്റെ പ്രധാന ദൗത്യമായിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമീർ അബ്ദുള്ള തിരക്കഥയും അതിൽ നല്ല ബലം നൽകി. അദ്ദേഹം റൊഷാക്കൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട സംഭാവനയാണ്. പിന്നെ മ്യൂസിക്കും ഈ സംഘടന രംഗങ്ങളും വിഷ്വൽ എക്സ്പീരിയൻസും ക്യാമറയും ഒക്കെ കൂടിയിട്ട് നമ്മളെ വ്യത്യസ്തമായൊരു സിനിമയിലെ ആക്കി ഉയർത്താൻ അതിൻ്റെ പരമാവധിയിൽ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എനിക്കത് പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. അത് നിങ്ങളോടുകൂടി പറയാമെന്ന് വെച്ചിട്ടാണ് വന്നത്. നന്ദി, നമസ്കാരം.